എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ പറയാറുള്ള വിഷയങ്ങൾ, അതിനെ തുടർന്നുണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ, അതിൻ്റെ മറ്റ് ചില വശങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള വിഷയമാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച. അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതെന്താണെന്നുള്ളത് പത്രമൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ, അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ, അതാണ് നമുക്കിന്ന് പരിശോധിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്തിട്ട് ബാക്കി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും അതെല്ലാം നമുക്ക് വേണമെന്നും കൂടി ഞാനിവിടെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷമിക്കുക. അപ്പോൾ നമ്മളുടെ വിഷയം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നുള്ള ഒരു സൂചന. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ബംഗ്ലാദേശിൽ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്ഷോഭം, അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഒരു വലിയ പ്രക്ഷോഭം എന്ന് വെച്ചാൽ അവരുടെ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഒരു റിസർവേഷൻ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം. റിസർവേഷൻ എല്ലാ സ്ഥലങ്ങളിലും വലിയ പൊല്ലാപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അത് ബംഗ്ലാദേശിലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മളിവിടെ കണ്ടത് ആ ഒരു പ്രക്ഷോഭം അതിൻ്റെ ഒരു സംഗതിയെ ഏറ്റെടുത്തുകൊണ്ട്, ആ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രക്ഷോഭമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ പിന്നിലൂടെ അവരുടെ ഗൂഢലക്ഷ്യം നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ആ ഹസീന, നമ്മളുടെ ഷെയ്ഖ് ഹസീന, അവരുടെ ആ ഭരണകൂടത്തെ മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, ഗൂഢാലോചന എന്നുള്ള രീതിയിലേക്ക് അത് എത്തുന്നു. അവരവിടുന്ന് ജീവനം കൊണ്ട് ഓടേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അത് സംഭവിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ റിസർവേഷൻ സംബന്ധിച്ചുള്ള വിഷയം മാത്രമല്ല അവിടെ ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം അവിടെ ചർച്ചയായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ പകപോക്കലിനൊക്കെ അപ്പുറം ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ വേട്ടയാടുന്നു എന്നും കൂടിയാണ് വരുന്നത്. ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈനോറിറ്റീസ് എന്ന ഒരു ഉദ്ദേശത്തിലാണ്. അതിൽ ഹിന്ദുക്കളുണ്ട്, ബുദ്ധ മതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ വേട്ടയാടുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിഷയം അതിവിടെ സംഭവിച്ച സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് അതിന് വേണ്ടിയിട്ട് ചില കുഴലൂതുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ആളുകളെ കാണുന്നു, അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ശരിയാണോ? അത് നമ്മുടെ നാട്ടിലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇതാദ്യമായിട്ടാണ് സംഭവിച്ചത് എന്നതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഒരു വാചകം നമ്മളിവിടെ കണ്ടു. അതായത് ഈ സംഭവം ബംഗ്ലാദേശിൽ സംഭവിച്ച സംഗതി അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം, അത് ഇന്ത്യയിലും സംഭവിക്കാം എന്ന് ചില ആളുകൾ പറയുന്നതായിട്ട് കണ്ടു. ഇന്നിപ്പോൾ സൽമാൻ ഖുർഷിദിനെ പോലുള്ള ആളുകൾ പറയുന്നു. അതുകൂടാതെ നമ്മുടെ മുക്കാൽ മീഡിയ നമ്മുടെ നാട്ടിലുള്ള അവരതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇതൊരു താക്കീതാണ് എന്നുള്ള രീതിയിലേക്ക്. താക്കീതാണ് എന്ന് പറയുമ്പോൾ ആർക്കുള്ള താക്കീത്? ഇതാണല്ലോ അവിടെ ചോദിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്, ഇന്ത്യ ഒരു ഡെമോക്രസിയാണെന്ന് പറയുന്നു. അതിൻ്റെ രീതിയിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കതിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പാഠം എന്ന് പറയുന്നത്, വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും അതിലൊന്നും തന്നെ മതം കലർത്താതെ അതിൽ ജനാധിപത്യ രീതികൾ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു അടിയന്തരാവസ്ഥ കാലം പോലും നമ്മൾ തരണം ചെയ്തത് അതുവഴി തന്നെയാണ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, അതിനെ തുടർന്ന് അവർ ചെയ്തത് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പട്ടാള ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതല്ല. അവർ ഇലക്ഷനെ നേരിട്ടിട്ട് രണ്ടാമത് അവിടെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു, അവർ വരാതെ പോകുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് കേരളത്തിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് കേട്ടോ വോട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് വേറെ വിഷയം. എന്തായാലും സംഭവിച്ചത്, അത്ര വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ പോലും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ജനാധിപത്യത്തെ മുറുകെ പിടിക്കുക എന്ന ഒരു മാർഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇന്ത്യ ലോകത്ത് തന്നെ ഒരു അത്ഭുതമായിട്ട് ഇവിടെ അവശേഷിക്കുന്നത്. നമ്മൾ പറയാറുള്ള കാര്യമുണ്ട്, അതായത് നമ്മളുടെ US-ലേക്കുള്ള അവസ്ഥകളൊക്കെ എടുത്തു വെച്ചിട്ട് പറയും. അതുപോലെ തന്നെ ഡെമോക്രസി ഇൻഡെക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യ വളരെ പിന്നിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ത്യയിൽ ഇത്ര വലിയ രാജ്യമായിട്ടും നമ്മളിവിടെ എലക്ഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു.
വലിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. വോട്ടിംഗ് യന്ത്രം അത് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അതൊന്നും ഇവിടെ വില പോകാതെ, അതിലൊന്നും വീഴാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി. പക്ഷേ US എന്താ കണ്ടത്? ഇലക്ഷൻ റാലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന് നേരെ വെടിയുതിർക്കുന്നതാണ് കാണുന്നത്. അത് ഒരു വെടിയുതിർക്കൽ മാത്രമല്ല, ട്രംപിന് അങ്ങനെ സംഭവിക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ, അതിൻ്റെ നേതാക്കൾ പോലും പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളിവിടെ കാണുന്നു. അതായത് ജനാധിപത്യത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ അതിനെ നേരിടുന്നത് ഏത് വഴിയാണ്? വയലൻസ് വഴി, മറ്റേതെങ്കിലും രീതിയിൽ എന്ന് പറയുമ്പോൾ അവിടെ അതൊരു നല്ല ഒരു മോഡലാണോ എന്നതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അല്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിൽ അതിൽ തന്നെ മുറുകെ പിടിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനുള്ള മാതൃക ഇന്ന് ലോകത്ത് എടുത്തു വെച്ച് അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അത് ചുരുക്കം ചില രാജ്യങ്ങളെന്നേ പറയാനുള്ളൂ. അതിൽ വലിയ ഒരു ഇടം പിടിച്ചിരിക്കുന്ന രാജ്യം അത് ഇന്ത്യ തന്നെയാണ്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭ ഇലക്ഷനിൽ പോലും നമ്മൾ കേട്ടത് എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യം ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ല ഇവിടെ സംഭവിച്ചത് എന്ന് ഈ ഇലക്ഷൻ നമ്മളെ ബോധിപ്പിച്ചു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഈ വിഷയം അതിനെ എടുത്തു വെച്ചുകൊണ്ട് അത് ഇന്ത്യയിലും നടക്കും, ഇന്ത്യക്കും ഒരു പാഠമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇത് പാഠമാകും. ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായാലും ഇവിടുത്തെ കോൺഗ്രസ്സോ ഇടതുപക്ഷമോ അതല്ലെങ്കിൽ മുക്കാൽ മീഡിയയോ പറഞ്ഞ പോലെയുള്ള ഒരു പാഠമല്ല ഇവിടെ ആകാൻ പോകുന്നത്. 2 പാഠങ്ങളാണ് ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നിങ്ങൾ ബംഗ്ലാദേശിൽ കണ്ട കാര്യം വെച്ച് അതുപോലെ ഇന്ത്യ ആകുമെന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആകാനുള്ള എല്ലാ അവസരവും ഇന്ന് ഇവിടുത്തെ ഭരിക്കുന്ന ആ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ 2 തവണ അവർ ഭരിച്ചു, 3ാമത്തെ തവണയാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഇന്ത്യ ഒരു മതരാജ്യമാകാതെ ജനാധിപത്യം അവിടെ തന്നെ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്കുള്ള പാഠം എന്ന് പറയുന്നത് ഇസ്ലാം മതം പോലെയല്ല ഹിന്ദുമതം എന്നത് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ പാഠം. ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല എന്ന് തന്നെയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് ക്ലീഷേ ഡയലോഗായി മാറി. ഒന്ന് മാറ്റി പിടിക്കാം, പുതിയ പാഠമൊക്കെ നിങ്ങളും പറയുന്നതാണല്ലോ. അപ്പോൾ ആ പാഠം ഇതാണ്, ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമായിട്ട് നിലകൊള്ളുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇത് ഭൂരിപക്ഷം ഇവിടുത്തെ മുസ്ലിങ്ങളല്ല എന്നതാണ്. ഇന്ത്യ എന്നാണോ ഇവിടെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു സൈസബിൾ പോപ്പുലേഷൻ ആകുന്നത്, ഓൾമോസ്റ്റ് ഒരു 40% ആയി തന്നെ കൂട്ടുക, എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഈ ഡെമോഗ്രാഫിക്സ് പറയുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടി കഴിയുമ്പോൾ അത് വലിയ തോതിൽ വിഷമം ഉണ്ടാക്കും എന്ന് പറയുന്ന ആ വാദത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നതും. എന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, അതിനുള്ള പരിഹാരവും നമ്മൾ നിർദ്ദേശിക്കുന്നു. എന്താണത്? അങ്ങനെ വർദ്ധിക്കുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ മതേതര മൂല്യങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടത്തണം എന്ന് നമ്മൾ പറയുന്നു. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഇത്തരത്തിലുള്ള പരിതസ്ഥിതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് പ്രധാനമായിട്ട്, അത് മദ്രസകൾ നിരോധിക്കുക എന്നത് തന്നെയാണ്. ഈ മതവിദ്യാഭ്യാസം അത് ചെറിയ പ്രായത്തിൽ അവർക്ക് മറ്റുള്ള ചിന്തകളൊന്നും പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ബ്രെയിൻ അത് അവിടെ പൂട്ടിയിടുന്ന രീതിയിൽ, അതിനെ മരവിപ്പിച്ച് കളയുന്ന രീതിയിൽ ഈ മതവിദ്യാഭ്യാസം അത് വളരെ ചെറുപ്രായത്തിൽ കൊടുത്ത് അവരെ വല്ലാത്തൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ ഒരു നീക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തും, അതായത് പാകിസ്ഥാനിൽ, ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ നടക്കുന്നു, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നു, അങ്ങനെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയേണ്ടതായിട്ട് വരികയാണ്. മദ്രസകൾ അത് നമ്മൾ വീണ്ടും ആലോചിക്കണം, ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തണം ആ വിഷയത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമായിട്ട് നിൽക്കുന്നത് എന്നത്. ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, രണ്ടാമതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകാനുള്ള സാധ്യതയുണ്ട്, അവരുടെ ഡെമോഗ്രാഫിക്സ് വലിയ തോതിൽ മുന്നോട്ട് വരുന്നു, പെറ്റുകൂട്ടുന്നു എന്ന് തന്നെ പച്ചമലയാളത്തിൽ നമുക്ക് പറയാം. അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്, അവർ തന്നെ എടുത്തുകൊണ്ട് വരുന്ന പ്യൂർ റിസർച്ചിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് തന്നെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടുതൽ പെറ്റുകൂട്ടുന്നു ഒന്നത്. 2, ഏറ്റവും കൂടുതൽ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസ് ഉള്ളത് മുസ്ലിങ്ങളിലാണ്. അത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ, സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
പോപ്പുലേഷനും കൂടുതലാണ്, അതിൽ പ്രസവിക്കാൻ പാകത്തിനുള്ള സ്ത്രീകളും കൂടുതൽ എന്ന് വരുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആയിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ലോകത്ത് കണക്കുകൾ കൊണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമായതുകൊണ്ട്, അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമായതുകൊണ്ട്, ഇനി നമ്മളതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി സംഖ്യ വളരുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യയിലും സംഭവിക്കാം എന്നവർ പറയുമ്പോൾ ഞാനും സമ്മതിക്കുന്നു. ഇന്ത്യയിലും സംഭവിക്കാം, ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിൽ സംഭവിക്കാം. അത് തടയാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വഴി എന്ന് പറയുന്നത് അങ്ങനെ വളർന്നു വരുന്ന മുസ്ലിങ്ങളെ നമ്മൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ പാകപ്പെടുത്തിയെടുക്കുക, അവരിൽ കൂടുതൽ എക്സ് മുസ്ലിങ്ങളെ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതെങ്ങനെയാണ് സാധിക്കുക? അവരെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, മതം ഇല്ലാതെയും മതത്തിനെ ചോദ്യം ചെയ്തും ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. അതിന് ഒന്നാമത്തെ വഴി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ബ്ലാസ്ഫമി നിയമങ്ങൾ എടുത്തു കളയുക എന്നുള്ളതാണ്. മതവിമർശനം ഇവിടെ പോപ്പുലറാക്കുക. അത് ഏത് മതമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് വിമർശിക്കാനുള്ളൊരു അവസരം ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദു മതം ആവുമ്പോൾ, ആ ഹിന്ദു മതത്തിൻ്റെ മതവിമർശനം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ കൊടിയ സംഘീയ എന്നൊക്കെ നിങ്ങൾ പോലും വിളിക്കുന്ന, വർഗീയ വിഷം എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ശശികല ടീച്ചർ പോലും എഴുതി വെച്ചത് എന്താണ്? രാമായണം വിമർശനാതീതമല്ല എന്ന് എഴുതി വെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മദ്രസ ജീവിയെക്കൊണ്ട് നിങ്ങൾ ഖുർആൻ വിമർശനാതീതമല്ല എന്നൊന്ന് എഴുതിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതിനുതകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സാമൂഹിക സാഹചര്യം നിങ്ങൾ മാറ്റിയാൽ അത് മാത്രം മതി ഇവിടെ മുസ്ലിങ്ങൾ പരുവപ്പെടാൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പരുവപ്പെട്ട മുസ്ലിങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷമാകുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കൊന്നും പേടിക്കാനില്ല. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളും റാഡിക്കലൈസ്ഡ് ആകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷമാക്കി അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടം തന്നെയാണ്. അപ്പോൾ അവരെ മാറ്റേണ്ട ഒരു ബാധ്യത ഇവിടെ ഉണ്ട്. അതിൽ പ്രധാനമാണ് മദ്രസകൾ, 2 ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ. ഇത് രണ്ടും ഇന്ത്യ ഇനിയെങ്കിലും നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 മേഖലകളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു വെച്ച ആ ഒരു പാഠങ്ങൾ, ഇന്ത്യക്കുള്ള പാഠങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് ആദ്യമേ ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സാധാരണ പറയാറുള്ളൂ, ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയാറുണ്ടെങ്കിലും ഹസീന കിടന്നെടുത്ത് ബ്ലൗസുണ്ട്, മറ്റു പല സാധനങ്ങളുണ്ട് എന്ന് നമുക്കിപ്പോൾ തെളിയിച്ചു തന്നിരിക്കുന്നത് അവരുടെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ മികച്ച മുന്നേറ്റം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പൊക്കിപ്പിടിച്ച് ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അവരുടെ കുറേ സാരിയും മറ്റു പല സാധനങ്ങളും ഇന്നവർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് എന്നൊക്കെയാണ് അറിയുന്നത്. എന്തൊക്കെയായാലും എല്ലാം കണ്ണി കണ്ടതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തരുന്ന സൂചനകൾ മറ്റ് ചിലതും കൂടി ആവുമ്പോൾ അതും കൂടി ഇവിടെ പറയേണ്ടി വരുന്നു. അതായത് അവിടെ വേട്ടയാടപ്പെടുന്ന ചില കാര്യങ്ങൾ. ഇത് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗബന്ധു മുജീബുർ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഫാദർ ഓഫ് ബംഗ്ലാദേശ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഫാദർ ഓഫ് നേഷനായിട്ട് നമ്മളിപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ പറയുന്ന പോലെ, മഹാത്മാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാറുള്ളത് പോലെ, മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ ഫാദർ ഓഫ് നേഷനെ അവരുപയോഗിക്കുന്ന വാക്ക് തന്നെ ബംഗബന്ധു എന്നുകൂടിയാണ്. എന്ന് വരുമ്പോൾ ആ ബംഗബന്ധു, അതായത് ബംഗ്ലാദേശിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ തലയിൽ കയറി നിന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ നിങ്ങൾ ഇന്ന് കാണുക. എന്താണ് ആ സമൂഹം അവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യബോധം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു സംഗതി വരാത്തത്? ഞാനിവിടെ അടിവരായിട്ട് പറയാണ്, ഇന്ത്യയിൽ നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ഏത് ആളുകളായിക്കോട്ടെ, ആര് തന്നെ ഇവിടെ പ്രക്ഷോഭം നടത്തിയാലും, എക്സെപ്റ്റ് നമ്മളെ പോപ്പുലർ ഫ്രണ്ടുകാർ, അവർ ഒരു കാരണവശാലും മഹാത്മാഗാന്ധിയുടെ പ്രതിമ അത് ഇതേപോലെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല എന്ന് ഞാനിവിടെ അടിവരായിട്ട് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരും ചിലപ്പോൾ ചെയ്തേക്കാം കേട്ടോ. അവർക്കും ഈ പറയുന്ന സാധനമൊക്കെ വലിയ അലർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? അവരുടെ ഈ ഫാദർ ഓഫ് നേഷൻ്റെ പ്രതിമയുടെ തലയിൽ കയറി നിന്നിട്ട് മൂത്രമൊഴിക്കുന്ന ചിത്രം ഒന്നതാണ്. 2 അത് തല്ലിപ്പൊട്ടിക്കുന്ന ചിത്രം. 3-മത്തേത് അത് മറിച്ചിടുന്ന ചിത്രം. ഇതെല്ലാം ഇവിടെ കണ്ടു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് പോയി കാണാം. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ എടുക്കാം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇവരെ എന്തുകൊണ്ട് ഇതിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നില്ല, എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നവരായിട്ട് മാറുന്നു എന്നതാണ് നമ്മുടെ വിഷയം. അതിൻ്റെ കാരണമാണ് കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാമിൻ്റെ മണ്ടയ്ക്ക് വരിക എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ പ്രക്ഷോഭം അത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിക്കൊണ്ടും അവരുടെ ലക്ഷ്യം ഈ റിസർവേഷൻ സംബന്ധിച്ചുള്ള കാര്യമാണ് എന്നും വരുത്തി തീർത്തുകൊണ്ട് ഇതിലേക്ക് ഇറക്കി വിട്ട ആളുകൾ, ആ ആളുകൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു? അവർ ഇവിടുത്തെ
അവാമി ലീഗ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ എതിരാളികൾ എന്ന രീതിയിൽ വിശേഷിക്കപ്പെട്ടിരുന്ന ആളുകൾ, അക്കൂട്ടത്തിലുള്ള ഇസ്ലാമിക പക്ഷത്തുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുകൾ കൊണ്ടു നടന്നിരുന്ന ആളുകളാണ്. ഒന്നാമത്തെ കാര്യം, അത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പേരിൽ ഉണ്ടായിരുന്ന അത്തരം ആളുകൾ അവർക്കെതിരെ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുള്ള ആളാണ് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആൾ. അവർ വേണ്ട രീതിയിൽ അവരെ പല പണികളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പല ആളുകളെയും തൂക്കിക്കൊല്ലുന്നതിന് വരെ അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമതായിക്കൊണ്ട് ഈ പ്രക്ഷോഭം ഈ ഇസ്ലാമിസ്റ്റുകളുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ അത് ദേശവിരുദ്ധത എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ മൈനോറിറ്റി വിരുദ്ധ പ്രക്ഷോഭമായിക്കൊണ്ടും ഇതൊരു ഇസ്ലാമിക് ഒരു അപ്രൈസിങ് ആയിക്കൊണ്ട് ഇത് മാറുന്നു. ഒരു ജിഹാദ് തന്നെയായിട്ട് ഇത് മാറുന്നു. അവിടെയാണ് എന്താണ് ഈ ജിഹാദ് എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് വീണ്ടും നമ്മളുടെ കപട ലിബറലുകളോട് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്. ബംഗ്ലാദേശിൽ അരങ്ങേറിയത് സത്യത്തിൽ അത്തരത്തിലുള്ളൊരു ജിഹാദി മൂവ്മെൻറ്റ് തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് നമ്മളൊരു സുഹൃത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതാണ്, അതിൽ നിന്നും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ആര്യ ഭൗമിക് എന്ന് പറയുന്നൊരു പെൺകുട്ടി അവർ പോസ്റ്റ് ഇടുകയാണ്. അതായത് ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞ കാര്യവും പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വായിക്കാം. ഐ എം ഹിന്ദു ആൻഡ് മൈ ഫ്രണ്ട്സ് ഫ്രം എവറി റിലീജിയൻ ഇൻ ബംഗ്ലാദേശ് ആർ ഹിയർ ടു പ്രൊട്ടക്ട് മീ. വി ബിൽഡ് ദിസ് ബംഗ്ലാദേശ് ടുഗെദർ, വി ആർ യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് വിട്ടിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്, ഹിന്ദുസ് ആർ സേഫ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട്. അതായത് തുടക്കത്തിൽ ഹിന്ദുക്കൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഇല്ല ഞങ്ങളിവിടെ സേഫാണെന്ന് പറഞ്ഞത് ഇതേ ബംഗ്ലാദേശി ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നമ്മളുടെ ബെയറിനെ പോലെയുള്ള ആളുകൾ വേറെ ഉണ്ട് കേട്ടോ, അത് വേറെ വിഷയമാണ്. അതായത് ഒരു എളുപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഇടുന്ന ആളുകൾ അവരാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഫാക്ട് ചെക്കേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അവരുടെ ഫാക്ട് ചെക്കിങ് എത്ര മികച്ചതാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ബെയർ കാരണമാണ് ഇന്ന് നുപൂർ ശർമ്മയ്ക്ക് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയായ ഇവിടുത്തെ ഫാഷിസ്റ്റ് പാർട്ടിയായ BJPയുടെ നേതാവായ നുപൂർ ശർമ്മയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ. കാരണം എന്താണ്? ഇവിടുത്തെ ന്യൂനപക്ഷത്തെ പേടിച്ചിട്ടാണെന്നും കൂടി വരുന്നിടത്താണ് ഈ ഒരു നറേറ്റീവിൻ്റെ പൊള്ളത്തനെ നമ്മൾ ആലോചിക്കേണ്ടത്. പോട്ടെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ദിവസം ഇവരുടെ പോസ്റ്റ് ഇതാണ്. പിന്നെന്താ സംഭവിച്ചത്? ഇതേ ഭൗമിക്ക് പിന്നെ ഇടുകയാണ്, ഈസ് ദിസ് ദ ടൈം ടു അറ്റാക്ക് മീ സിംപ്ലി ബിക്കോസ് ഐ എം ഹിന്ദു ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊട്ടസ്റ്റ്. ഇത് ഇങ്ങനെയാണോ വേണ്ടത്? ഞാൻ ഹിന്ദു ആയതിൻ്റെ പേരിൽ മാത്രം എന്നെ ഇങ്ങനെ ആക്രമിക്കണോ എന്ന ചോദ്യം. ഐ അറ്റൻഡ് ദീസ് പ്രൊട്ടസ്റ്റ് ആസ് എ സ്റ്റുഡൻറ്റ് വിതൗട്ട് കൺസിഡറിങ് റിലീജിയൻ. ഞാൻ മതം ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഒരു പ്രശ്നമാണോ എന്നാണ് ചോദിച്ചു വെക്കുന്നത്. ഐ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. നല്ല ബെസ്റ്റ് സാധനമാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ഡീപ്ലി അൺജസ്റ്റ് ആൻഡ് ഡിസാർട്ടനിങ് ടു ബി ടാർഗറ്റഡ് ഫോർ മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ വേട്ടയാടപ്പെടുന്നത് അത് അനീതിയാണ്. പ്ലീസ് സ്റ്റോപ്പ് ദീസ് അറ്റാക്സ്. ഐ ഫീൽ സോ ഹെൽപ്ലെസ് ആൻഡ് മാർജിനലൈസ്ഡ്. ഇത് നിർത്തൂ ദയവായിട്ട് എന്ന് ചോദിക്കുകയാണ്. ഇനി വി മസ്റ്റ് കം ടുഗദർ ടു അപ്പോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ആൻഡ് റെസ്പെക്ട്. ദിസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ് മസ്റ്റ് എൻഡ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? അവരുടെ വീടടക്കം അവിടെ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് റിയലി ഹാപ്പനിങ് ഔട്ട് ദെയർ. മൈ ഹിന്ദു ഫ്രണ്ട്സ് വില്ലേജസ് ബാക്ക് ഹോം വെർ ബേൺഡ് ടു അപ്പാരൻ്റ്ലി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് അവരുടെ സുഹൃത്തുക്കളുടെ വീട് അത് ബംഗ്ലാദേശിലുള്ളത് ഇതേപോലെ അറ്റാക്ക് ചെയ്തതിൻ്റെ വാർത്ത കിട്ടിയപ്പോൾ ആൾക്ക് കാര്യം പിടികിട്ടി. ഇതാണ് എങ്ങനെയാണ് ഹിന്ദുക്കൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഇത്ര നാളും ഡിനൈ ചെയ്ത് ബംഗ്ലാദേശ് അങ്ങനെയൊന്നും എൻ്റെ സംഗതി ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് പിടികിട്ടിയത്. ഇതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ, ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണെന്നൊക്കെയുള്ളൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം എന്താണ്? ലോകത്ത് ഈ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് വാർത്ത ആയി മാറാറുള്ളൂ. കാരണം എന്താണ്? അത് ഇരവാദം മുഴക്കി ഇതുപോലെ മുന്നോട്ട് വരാൻ മുസ്ലിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ആളുകൾ അതിന് നിൽക്കാറില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താണ് നമ്മൾ വെക്കുന്ന വെടിയെല്ലാം നമ്മുടെ തന്നെ മൂട്ടിൽ കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി. അതിവിടെ നിങ്ങൾക്ക് കാണാം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ പള്ളികളിലൂടെ ആഹ്വാനം എന്ന്. ആരിൽ നിന്ന് രക്ഷിക്കാൻ? ഞങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ എന്നും കൂടി അവിടെ പറയണമായിരുന്നു. കാരണം ഇവർ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, എന്നിട്ട് അവർ തന്നെ ഇതുപോലെ ആഹ്വാനം ചെയ്യേണ്ടി വരുന്നൊരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആഹ്വാനം ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് തിരിച്ചറിയുന്നു, അതിനുവേണ്ടി മുന്നോട്ട് വന്നു, നമ്മൾ അംഗീകരിക്കുന്നു, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടാൻ പാടുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രസക്തമാവുന്നത്. അതുപോലെ
ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ട് വരുന്നത്. അത് മലബാർ കലാപത്തിൻ്റെ കാലത്ത് അവിടെ ജന്മികൾക്കെതിരെയുള്ള പോരാട്ടം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം അത് എന്തിലാണ് അവസാനിച്ചത്? ഖിലാഫത്ത് അവിടെ സ്ഥാപിക്കുന്ന രീതിയിലേക്ക്, അവിടെ ഒരു മലയാള രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു രാജ്യം, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാകുന്നതിലേക്കല്ലേ അത് അവസാനിച്ചത്? അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുകയല്ലേ ചെയ്തത്? അങ്ങനെ കൂട്ടക്കൊല നടത്തിയെന്ന് പോലും പറയാൻ പാടില്ല. അതിനെ മലബാർ കലാപെന്നേ പറയാൻ പാടുള്ളൂ. മാപ്പിള ലഹള എന്ന് വിളിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. കാരണം എന്താണ്? അത് പറഞ്ഞാൽ അവിടെ കാക്കാൻ വരുന്നതോ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് വരും. അത് മോശമാണ് എന്ന് പറയുന്നു. സൗകര്യമില്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ പറയുള്ളൂ. അവിടെ ഹിന്ദു കൂട്ടക്കൊല നടന്നു, അത് നമ്മൾ പറയണം എന്ന് പറയുന്നു. ഇവിടെ ജൂതന്മാരെന്താ ചെയ്തു കൂട്ടുന്നത്? ജൂതന്മാർക്കെതിരെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? പച്ചയായ സിവിലിയൻസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു. എന്താ കാരണം? അധിനിവേശത്തിനുള്ള പോരാട്ടം എന്നാണ് പറയുന്നത്. പക്ഷേ ചെയ്യുന്നത് ജൂതവിരുദ്ധത തന്നെയാണ്. അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യം തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവരും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അവരും ജിഹാദ് തന്നെയാണ്. ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ച സാധനമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാടില്ല എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു. ഈ ലോകത്ത് പല കാര്യങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയം സോൾവ് ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു കാരണം അതിൻ്റെ പിന്നിലും അത് തന്നെയാണ്. ഇവിടെയും അത് നമ്മൾ പറയേണ്ടി വരുന്നു. അങ്ങനെ ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇവിടെ ബംഗ്ലാദേശിലും പള്ളികൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം, റിസർവേഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് തുടങ്ങി, എതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് തുടങ്ങിയ കാര്യം അവസാനം ചെന്നെത്തിയത് ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്നതിലേക്ക് ചെന്നെത്തുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആളുകളെ അവിടെ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതാണ് ഇവിടെ എടുത്ത് പറയേണ്ടി വരുന്നത്. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ നേരിടേണ്ടി വന്നത്? അതായത് നിങ്ങൾ ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ നാട് വിടുക, അതല്ലെങ്കിൽ മരിച്ചു വീഴുക എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും അവിടെ വന്നപ്പോൾ എന്താണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആ ഇസ്ലാമിൻ്റെ നിയമം അത് തന്നെയാണ് അവിടെ അവർക്കെതിരെയും എടുക്കുന്നത്. ഒന്നുകിൽ മതം അത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ കയ്യോടെ കപ്പം കൊടുത്ത് ഒതുങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ മതം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇത് പറയാൻ നമ്മൾ അനുവദിക്കാറുണ്ടോ? ഇല്ല. കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കോലാഹലമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത്? അവിടെയും ഇത് തന്നെയാണ്. അവിടെ ഹിന്ദുക്കളെ ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തട്ടിക്കൊണ്ടു പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, അവസാനം അവരെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുന്നു. എന്നിട്ട് പിന്നെ ആ കുട്ടികൾ പിന്നെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടികളെ പിന്നെ കാണാനേ നിങ്ങൾക്ക് കിട്ടില്ല എന്നിടത്താണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് സംബന്ധിച്ചൊരു ചർച്ച പാകിസ്ഥാനി ക്രിസ്ത്യനുമായിട്ട് നമ്മൾ ഒരു ഫറാസ് പർവേസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് നടത്തിയൊരു ചർച്ച നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഇദ്ദേഹം ക്രിസ്ത്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ചർച്ച നമ്മൾ നടത്തിയതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം പുതിയ ഒരു ഡെത്ത് ത്രെട്ടും കൂടി അയാൾക്ക് കിട്ടിയിരിക്കുന്നു. ഇയാളുടെ തലയ്ക്ക് ഏതാണ്ട് $20,000 പിന്നെയും വില കിട്ടുമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഇതാണ് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. മതവിമർശനം ആയാലും ബ്ലാസ്ഫമി ആയാലും ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് പോട്ടെ, അതൊക്കെ പിന്നെ കുറച്ച് കടന്ന കൈയാണ്, അതിമോഹമാണെന്ന് പറയാം. മൈനോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം അവിടെ കിടക്കുന്നത്. പിന്നെയല്ലേ ബ്ലാസ്ഫമി, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ മൈനോറിറ്റീസ് പാകിസ്ഥാനിൽ നേരിടുന്നത് ഇത് തന്നെയാണ്. ഏതായാലും ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം അതൊരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് ആണ്, സമ്മതിച്ചു. അതിൻ്റെ സൊല്യൂഷൻസ് അധികം വൈകാതെ സംഭവിക്കും, ബംഗ്ലാദേശ് ബൗൺസ് ബാക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നു. ഒക്കെ ശരി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ആളുകൾ, പിന്നിൽ ഇതെല്ലാം ഒപ്പിച്ചു വെച്ച ആളുകൾ, അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് വിഷയം നമ്മൾ പറയുന്നു. ഇവിടെ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇതാണ്: ബംഗ്ലാദേശ് ബാൻസ് ജമാഅത്ത് ഇസ്ലാമി പാർട്ടി ഫോളോയിങ് വയലൻറ്റ് പ്രൊട്ടസ്റ്റ് ദാറ്റ് ലെഫ്റ്റ് മോർ ദാൻ 200 ഡെഡ്. ജമാഅത്ത് ഇസ്ലാമിയെ അവിടെ ബാൻ ചെയ്തു. ഏതാണ് ഈ ജമാഅത്ത് ഇസ്ലാമി? ഇന്ത്യയിലുള്ള അതേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്, പാകിസ്ഥാനിലുള്ള അതേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്, ഈജിപ്തിൽ അതിൻ്റെ മൂത്താപ്പയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഈ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു വെച്ചു, ഇത് ആദ്യമായിട്ടാണോ ഇത് എന്നുള്ളത്? അല്ല. 1971 ഒരു വലിയൊരു ഹിന്ദു ജനോസൈഡ് തന്നെ നടന്നിട്ടുള്ള ചരിത്രം എത്ര പേർക്ക് അറിയാം? എത്ര പേർ ഓർക്കും? കൂട്ടക്കൊല, ഹിന്ദുക്കളെ സമാനതകളില്ലാത്ത രീതിയിൽ കൊന്നു തള്ളിയതിൻ്റെ ചരിത്രമാണ് അവിടെ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ ഉള്ളത്. ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊല അവിടെ നടത്തുന്നു. ആരാത് നടത്തുന്നത്? അന്ന് നടത്തിയത് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ തന്നെയാണ്, നേതാക്കൾ തന്നെയാണ്. അതിൽ പങ്കെടുത്ത ആളുകളെ ബംഗ്ലാദേശിൻ്റെ നമ്മളുടെ ഹസീന ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെയാണ് അവിടെ
തൂക്കിക്കൊല്ലുന്നത് 1971 വാറിൽ ഈ ജനോസൈഡ് നടത്തി എന്നതിൻ്റെ പേരിൽ കുറ്റം ആരോപിച്ച് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ച കാഴ്ച കണ്ടു. അതുകൂടാതെ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും അവിടെ ബാൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ കണ്ടു. ഇതെല്ലാം ബംഗ്ലാദേശിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നിരന്തരം അവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ, പ്രത്യേകിച്ചും അവിടുത്തെ മൈനോറിറ്റീസ് അതിലെ ഹിന്ദുക്കളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരിക്കലും ചർച്ചയാകാറില്ല എന്നാണ് ഈ പറയുന്നത്. അമ്പലങ്ങളെ അവിടെ ടാർഗറ്റ് ചെയ്യുന്നു. വിശ്വാസം ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഒരു കോയ കോളിങ്ങിൽ ഒരു ചങ്ങാതി വിളിച്ചിട്ട്, ഒരു വള്ളിക്കോയ കോളിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അടുത്ത ദിവസം നമുക്ക് റിലീസ് ചെയ്യാം. ആ വള്ളി ആയിട്ടുള്ള കോയ പറയുന്ന കാഴ്ച, അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചേക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് IPC പോലെയുള്ള നിയമങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞിട്ട് ഈ സെക്കുലർ നിയമങ്ങളെ അവിടെ കമ്പയർ ചെയ്യുന്നത് മത നിയമങ്ങളുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ പറയുന്നത് മുർത്തദിനെ കൊല്ലാം എന്ന് പറയുന്ന നിയമം അത് ശരിവെക്കുന്നു അദ്ദേഹം. ഇന്ത്യയിലെ നിയമങ്ങൾ പോലെ തന്നെയാണ് ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത്. അതായത് മതത്തിനെ കമ്പയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ നിയമമായിട്ട് എന്ന് വരുമ്പോൾ ഈ സംവിധാനം തന്നെയാണ് മതമെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നൊരവസ്ഥയും അവിടെ വരുന്നു എന്ന് ആൾ തിരിച്ചറിയുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ആളുകളെ കൺവേർട്ട് ചെയ്തുകൊണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഓരോ രാജ്യത്തെ നിയമമാക്കി മാറ്റിയിട്ട് ബ്ലാസ്ഫമി നിയമമായാലും ഇതുപോലുള്ള മതം വിടുന്നവനെ കൊല്ലണം എന്നുള്ളതൊക്കെ ആയാലും നമ്മൾ ഇന്ത്യയിൽ എന്താ പറയാറുള്ളത്, ആർട്ടിക്കിൾ 25 നമ്മൾ പറയും, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഇവർ മറന്നു പോകുന്ന കാര്യമുണ്ട്. അവിടെ ഒരു ഫ്രീഡം ഓഫ് കൺഷ്യൻസ് കൂടിയുണ്ട്. ആ കോൺഷ്യൻസിനെ അവിടെ മറന്നു പോകുന്നു. അത് പറയരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടില്ല. പകരം മതം ആചരിക്കാനുള്ള നിയമത്തെക്കുറിച്ച് മാത്രം പറയും. മതത്തെ അവഹേളിക്കരുത് എന്ന് മാത്രം പറയും. അതിന് മുന്നേ ഉള്ള ഈ കോൺഷ്യൻസ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് മിണ്ടില്ല. അതായത് നമുക്കൊരു ബോധ്യമുണ്ട് തെറ്റ് ശരി എന്നൊക്കെ ഉള്ളതിന് അടിസ്ഥാനത്തിൽ ദൈവവിശ്വാസം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് ഇവർ അനുവദിക്കില്ല. അവരുടെ അവകാശവാദം ഇവിടെ മതം മാത്രം പറയാനേ പാടുള്ളൂ എന്നതാണ്. തികച്ചും തെറ്റായിട്ടുള്ള അവകാശവാദമാണത് എന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അവിടെ എല്ലാം മതങ്ങൾ കാര്യം നിശ്ചയിക്കുന്നു എന്ന് വരുന്നിടത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സമയം, ആ സമയത്ത് അവരുടെ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് 30% മൈനോറിറ്റീസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് ലെസ് ദാൻ 9% ആയിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, അത് പിന്നെയും താഴോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ കണക്കൊക്കെ കിട്ടുമ്പോൾ അതിൽ നമുക്ക് കാണാം ഹിന്ദു ജനതയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8.5% ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് 23% അല്ലെങ്കിൽ 30% അടുത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആ പോപ്പുലേഷൻ 1947 നിന്നും 97 ആകുമ്പോൾ തന്നെ അത് 23 ആയി. അവിടെ നിന്നും പിന്നെ ഇന്നിപ്പോൾ 2024 എത്തുമ്പോൾ അവിടെ ലെസ് ദാൻ 9% ആയിട്ട് മാറുന്നു എന്ന് വരുന്നിടത്താണ് മൂന്നാമത് ഉള്ള ഒരു ബോണസ് പാഠം കൂടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. അതെന്താണ്? ഇന്ത്യയിൽ മൈനോറിറ്റീസ് 43% വർദ്ധിച്ചത് എന്ന കണക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ജനോസൈഡും അതുപോലെ വലിയ തോതിലുള്ള മുസ്ലിങ്ങളെ വേട്ടയാടുന്ന പരിപാടിയൊക്കെ ഇന്ത്യയിലുണ്ടെന്ന് പറയുമെങ്കിലും ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മൊത്തം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈനോറിറ്റിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമാണ് എന്നും കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും അവിടെ ഈ ന്യൂനപക്ഷങ്ങൾ താഴോട്ട് പോയതിൻ്റെ ചരിത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതും ഒരു ബോണസ് പാഠമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം വേണമെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു വിഷയാധിഷ്ഠിതമായിട്ട് അതിനെ കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു രീതി നമ്മുടെ നാട്ടിലില്ല. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും ചെയ്യുന്നത് ഇതേ ഒരു ട്രാപ്പിലേക്ക് അവർ വീണിരിക്കുകയാണ്. വിഷയങ്ങളെ ആ രീതിയിൽ കാണുന്നില്ല. ഇതാണ് അവിടുത്തെ പ്രശ്നം. അത് മാറണം. നമ്മൾ BJP ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% അതിനെ അംഗീകരിക്കണം എന്നല്ല ഈ പറഞ്ഞു വെക്കുന്നത്. അവർ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അതിനെ വിമർശിക്കാനുള്ള അവസരം ഇന്ത്യയിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ചർച്ചകൾ ഇവിടെ നടത്തണം. പ്രക്ഷോഭങ്ങൾ ജനാധിപത്യ രീതിയിൽ നടത്താൻ കഴിയണം. ചെയ്ത് കാണിക്കണം. ട്രെയിൻ ചെയ്യണം നമ്മുടെ യുവതയെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേസമയം അതിൽ നല്ലതുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറയണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ അവരല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റ്സ് തമ്മിൽ
മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വരുമ്പോൾ പോലും ആ പദ്ധതികൾ തുടർന്നു പോകാനും അതുപോലെ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കാനൊക്കെ സാധിക്കുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഴുകുന്ന നദി പോലെയല്ല, അത് കുറേ കുളം കുത്തുന്ന പോലെയാണ്. ഇങ്ങനെ ബഹിരാകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ കുളം ഇങ്ങനെ ഉണ്ടാവും, ആർക്കും ഉപകാരമില്ലാത്ത കുറേ സാധനങ്ങൾ. ഇതാണ് അവിടെ കിടക്കുന്നത്. ഒരാൾ വരുന്നു കുറേ റോഡ് ഉണ്ടാക്കുന്നു, വേറെ ആൾ വരുന്നു കുറേ പാലുണ്ടാക്കുന്നു, അവസാനം ഇത് തമ്മിലൊന്നും ഒരു യോജിപ്പ് ഉണ്ടാവില്ല എന്ന് വന്നാൽ ശരിയാവില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ആളുകളുടെ കാര്യം പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ നാൾ തുടർച്ചയായിട്ട് ഭരിക്കാൻ സാധിച്ചതുകൊണ്ട് ആ മാറ്റം വിസിബിളാക്കാൻ സാധിച്ചു അവർക്ക് എന്നതാണ് അതിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാനുള്ളത്. എന്നാൽ ഇനിയും നമ്മൾ സംസാരിക്കേണ്ട മറ്റ് ചില വിഷയങ്ങളുണ്ട്. ഇവിടെയുള്ള ഈ ടാക്സേഷൻ സംബന്ധിച്ചിട്ടുള്ള വലിയ ദുരന്തം ആണ് ഇവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തം എന്ന് തന്നെ പറയാം. അത് മാത്രം മതി ഇന്ത്യയിലുള്ള പല സമ്പന്നരായിട്ടുള്ള ആളുകളും നാട് വിട്ടു പോകാൻ. എന്നും കൂടി വരുന്നിടത്താണ് അതിൻ്റെ ഒരു ദൂരവ്യാപകമായ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഇനിയും അഡ്രസ്സ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. BJP അക്കാര്യത്തിൽ വളരെ പിന്നിലാണ്. പക്ഷേ എവിടെയെങ്കിലും ഫലപ്രദമായ ചർച്ച കാണുന്നുണ്ടോ? ഇല്ല. പകരം ഇല്ലാത്ത സാധനങ്ങൾ പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇവിടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ള ഒരു പൊല്ലാപ്പ് നിങ്ങൾക്കറിയാം. എന്താണ്, ഷെയർ മാർക്കറ്റിൽ എന്തോ വലിയ കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി. എന്തുമാത്രം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ട ഈ ടാക്സേഷൻ സംബന്ധിച്ചുള്ള വിഷയം എവിടെയെങ്കിലും ഒരു വിഷയമാക്കി മാറ്റുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ എന്താണ് ഉദ്ദേശം രാഷ്ട്രീയമായിട്ട് ഒരു ഗോൾ അടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയുടെ എന്നല്ല കോൺഗ്രസിൻ്റെ എന്നല്ല ഒരു പ്രതിപക്ഷത്തിൻ്റെയും അയലത്ത് വരാത്തൊരു അജണ്ടയാണത്. അത് ശരിയല്ല. ഇവിടെ നമ്മൾ അജണ്ടയാക്കേണ്ട വിഷയങ്ങളുണ്ട്, അത് ഇപ്പോഴും അജണ്ടയാകാതെ കിടക്കുന്നു എന്നോടതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും ഈ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം നടന്നുകൊണ്ട് ഇരുന്ന സമയത്ത് ഒരു ധ്രുവ് രാഠി പോലും, മഹാനായ ധ്രുവ് രാഠി പോലും അവിടെ പ്രഖ്യാപിച്ച ചില വസ്തുതകളുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ, ഏഷ്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് GDP ഗ്രോത്ത് കാണിച്ചിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഈ പറയുന്ന ബംഗ്ലാദേശ്. അവർ വലിയ തോതിൽ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി വലിയ മുന്നേറ്റം നടത്തിയൊരു സംഗതിയാണ്. നമ്മുടെ ചില സുഹൃത്തുക്കൾ IT മേഖലയിലൊക്കെ ഉള്ള ആളുകൾ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വലിയ തോതിൽ ഇന്ത്യക്ക് വലിയ സഹായകമായിട്ട് നിലനിന്നിട്ടുള്ളൊരു രാജ്യമായിരുന്നു. പക്ഷേ ഇനി ഇന്ത്യക്കൊരു തലവേദനയാകാൻ പോകുന്നു പല രീതിയിൽ. പ്രത്യേകിച്ച് നമ്മളുടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നതുകൊണ്ട് മാത്രം പല കാര്യങ്ങളും ചിലപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും വരുമ്പോൾ അവിടെ NRC എന്ന് പറയുന്നൊരു സാധനം അതിനി നടപ്പിലാക്കാൻ, അതായത് നമ്മളുടെ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നൊരു സാധനം, സിറ്റിസൻസ്, അത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു കാരണം കൂടിയായിട്ട് ഇതിനി മാറാൻ പോവുകയാണ്. കാരണം എന്താണ്? ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ അത് കൂടുതൽ സംഭവിക്കാനുള്ളൊരു സാധ്യതയാണ് ഇനി ആ ബോർഡർ സംസ്ഥാനങ്ങളിൽ കാണാൻ പോകുന്നത്. വലിയ ചർച്ചയാകാൻ പോവുകയാണ് ഇനി. അതിവിടെ നടപ്പിലാക്കേണ്ടി വരും, നിർബന്ധിതാവസ്ഥയാണ്. കാരണം എന്താണ്? ഇപ്പോൾ തന്നെ ഈ റോഹിംഗ്യൻസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ട് അവർ അവിടെ നിന്നും യാത്ര ചെയ്യിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്യുന്ന ചില ഏജൻറ്റുമാർ, ദല്ലാളുമാർ ഇവിടെ ഉണ്ടായിട്ട് അവരെ ഡൽഹിയിലും അതുപോലെ ഈവൻ കശ്മീരിൽ വരെ എത്തിച്ചിട്ട് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്നതിലേക്കും അവർ ആ വഴി സാമ്പത്തിക ലാഭം അവർക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പണം കാണിച്ച് മോഹിപ്പിച്ച് തീവ്രവാദത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന പ്രവണത ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുക ഇന്ത്യയെ മൊത്തമാണ്. അങ്ങനെ ബാധിക്കുന്ന സമയത്ത് അത് ഹിന്ദുവിനെ മാത്രമല്ല ബാധിക്കുക, ഇത് മുസ്ലിമിനെയും ബാധിക്കും, ഇന്ത്യയിൽ ജീവിക്കുന്ന എന്നെയും ബാധിക്കും, നിങ്ങളെയും ബാധിക്കും, ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ്. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒഴികഴിവ് പറയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അത് തിരിച്ചറിയണം. അത് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇനി കൂടുതൽ ചർച്ചയാകാനും കൂടുതൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി കൂടുതൽ ധ്രുവീകരണത്തിനുള്ള സാധ്യതയും കൂടിയാണ് ഇന്ത്യയിൽ വരുമ്പോൾ വരാനിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയ തലവേദനകളുടെ ഒരു നാള് തന്നെയാണ് ഇനി ഇന്ത്യ കാണാൻ പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇനി അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറച്ച് നേരത്തെ ഇതിൻ്റെ പോസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഈ വീഡിയോ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോഴും ഞാനിവിടെ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ യൂട്യൂബിൻ്റെ ചാറ്റ് സെക്ഷനിൽ. അതുപോലെ കമൻറ്റിലും നിങ്ങൾക്ക് കാണാം കഴിയുമ്പോൾ. നിങ്ങൾ വോട്ട് ചെയ്യുക. ആ വോട്ട് ഇത്രയേ ഉള്ളൂ. മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അത് നിരോധിക്കേണ്ടതുണ്ടോ എന്ന് ഒരു ചോദ്യം. സത്യത്തിൽ ഒരു മീഡിയ സ്ഥാപനത്തിന് അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു തൂണായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ കാണേണ്ട ഒരു മീഡിയ ഒരു മാധ്യമത്തെ അങ്ങനെ ബാൻ ചെയ്യണമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജനാധിപത്യത്തിനൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ ഇന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുകയും അതിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന ഞാൻ അത് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം.
പക്ഷെ ഞാൻ പറയുന്നു, ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ആ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണ ജനാധിപത്യ രീതിയിലും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങളിലുമൊക്കെ ബോധപൂർവം അല്ല എങ്കിലും ഒരു പബ്ലിക് ഒരു സാമൂഹിക പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് അത് വേണം, അതാണ് ശരിയെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ റാഡിക്കലൈസ് ചെയ്യുന്നതിനുള്ള ഒരുപാട് ശക്തികൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിരുന്നു ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവരൊരു പ്രശ്നവും ഇല്ലെങ്കിലും എല്ലാത്തിലും ഈ തരത്തിലുള്ള ഇരവാദവും ഈ തരത്തിലുള്ള പേഴ്സിക്യൂഷൻ വാദവും കൊണ്ടുവന്ന് അതിട്ട് മുസ്ലിങ്ങളെ അതിലേക്ക് ആകർഷിച്ച് ഇരവാദം അതിലേക്ക് അവരെ കൊണ്ട് തളച്ചിട്ട് എന്നിട്ട് ഞങ്ങളിത് വേട്ടയാടപ്പെടുന്നവരാണ് അവരെ ഭയപ്പെടുത്തി അങ്ങനെ അവരെ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ജയിലിലായതുകൊണ്ട് കുറച്ച് കാലമായിട്ട് നമുക്ക് സമാധാനമാണ്. ഇന്നിപ്പോൾ ആ ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നത് മീഡിയ വൺ ആണ് എന്ന് നമ്മൾ തറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഇന്നവർ ചെയ്യുന്നത് ഒരു പോളിഷ്ഡ് രൂപത്തിലാണ്. ഒരു മാധ്യമം എങ്ങനെ വർക്ക് ചെയ്യുന്നോ ആ രൂപത്തിലാണ് അവരത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭീകരവാദവും റാഡിക്കലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തെറ്റാണെന്നും അത് രാജ്യവിരുദ്ധതയാണ്, അത് മാനവിക വിരുദ്ധതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ പണി ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നിന്ന് ചെയ്യുമ്പോൾ അത് അറിയാതെ ആളുകളിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് അത് കുത്തിവെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൂടുതൽ ഇരവാദക്കാരാക്കിയും അവരെ കൂടുതൽ ഈ തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാനും ഉതകുന്ന രീതിയിലേക്ക് അവരാക്കി മാറ്റുമ്പോൾ ഈ മാധ്യമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ജിഹാദ് തന്നെയാണ്. ഒരു ഇൻ്റലക്ച്വൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സാധനത്തെ റാഞ്ചിയെടുത്തുകൊണ്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഭീകരവാദം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില വാർത്തകൾ ഇവിടെ നിങ്ങളെ കാണിക്കാം. താലിബാൻ 1996 അവിടെ അഫ്ഗാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവരെ വിശേഷിപ്പിച്ചത് വിസ്മയം പോലെ താലിബാൻ പട എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിനുശേഷം 1921 വന്നപ്പോൾ 2021 വന്നപ്പോൾ അത് സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ വിശേഷിപ്പിച്ചു. അതായത് ലോകം മുഴുവൻ താലിബാൻ എന്ന് പറയുന്ന ഒരു മാനവിക വിരുദ്ധ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇസ്ലാം അപ്പാടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളായി വരുമ്പോൾ, ഒരു തീവ്രവാദികളായിട്ട് വരുമ്പോൾ അതിന് ആ രീതിയിൽ കാണണമെന്ന് ലോകം പറയുന്ന സമയത്ത് അവരെ വലിയ മാന്യന്മാരായിട്ടും സ്വാതന്ത്ര്യം ഇങ്ങനെ കൊണ്ട് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ടും അവതരിപ്പിച്ച് മുസ്ലിങ്ങളെ അവരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ സത്യം പറയുന്നത് മാധ്യമം മാത്രമാണ്, ബാക്കിയുള്ള എല്ലാവരും നുണയാണ് പറയുന്നത് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഈ പണിയാണ് ഇവരുടെ ഈ ഇൻ്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത്. ഈ മാധ്യമസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീഷണി, സമൂഹത്തിനുണ്ടാക്കുന്ന ഭീഷണി അതാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാധ്യമം തന്നെയാണ്. ഈ മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇതിനെ നിരോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ വിസ്മയം പോലെ താലിബാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ അന്ന് സാധിച്ചിട്ടില്ല. അതിനുശേഷം വാര്യംകുന്നൻ എന്ന് പറയുന്ന 1921 ആ ഐക്കൺ എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു മാധ്യമ സ്ഥാപനമാണ് നമ്മുടെ മീഡിയ വൺ എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിനൊരു താരപരിവേഷം കൊടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാനും ഒക്കെ മുന്നിൽ നിന്നിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണ്. അന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ബംഗ്ലാദേശിലെ വിഷയം ഇപ്പോൾ ആരോടെ പറയുന്നുണ്ട്, ബംഗ്ലാദേശ് എന്നാണ് വിളിക്കണം എന്നാണ് പറയുന്നത്. ശരി, എന്തായാലും ആ വിഷയത്തിൽ അവിടെ ഹസീനയ്ക്ക് സംഭവിച്ചത് അത് ശരിയായ കാര്യമാണ് എന്നും അങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നും അവിടെ പ്രക്ഷോഭകാരികൾ ഉണ്ടാക്കിയ എല്ലാ പൊല്ലാപ്പുകളും അതിൽ തെറ്റില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾ എന്താ ചിന്തിക്കുക? ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മളും അത്തരം വിധ്വംസക ശക്തികളോടൊപ്പം നിൽക്കാൻ തന്നെയാണ് നിലകൊള്ളേണ്ടത്. പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്ത്യയെ 2047 ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇനി പുതിയ ഏതെങ്കിലും പേരിൽ അവർ വന്നിട്ട് ആ പണി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നും കൂടിയല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് കാണാൻ സാധിക്കുന്നില്ല? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. സംഘികളുടെ കയ്യിലേക്ക് വടി കൊടുത്തിട്ട് ഇന്ന സംഘി എന്നെ ഒന്ന് അടിക്കൂ എന്നിട്ട് വേണം എനിക്ക് നിലവിളിക്കാൻ എന്ന് പറയുന്ന പരിപാടിയല്ലേ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ ഇത് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സമാധാനപൂർവ്വം ഒരു സ്വർഗം പോലെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാനൊരു മുസ്ലിം ആയിക്കൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസൽ കാരാട്ടിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമ്മൾ അതിലും പറഞ്ഞ കാര്യമാണ്, ഫസൽ ഒരു മുസ്ലിം ആയിരിക്കും പറയുന്ന കാര്യമാണ്.
ഇത്രയും സമാധാനപൂർവ്വം. അതിൽ ഫസൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ ഏറ്റവും വലിയ രാജ്യം അങ്ങ് പാകിസ്ഥാനിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോറ് തിന്നാമെന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താണ്, എപ്പോഴാണ് പൊട്ടുകയെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ചോറ് തിന്നിട്ടാണ് പോവുക. കാരണം എന്താണ്, തിരിച്ചു വരുമ്പോൾ ആ ബിരിയാണി തിന്നാൻ ആൾ ബാക്കി ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ. എന്ന് ഫസൽക്കാരായിട്ട് തമാശ രൂപേണയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യയിലെ ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയത്തോടു കൂടി പള്ളിയിൽ പോകേണ്ട ഒരു ഗതികേടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അവിടെയാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അത് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ പോലെ ഒരു കൂട്ടം ആളുകൾ വന്ന് മോദിക്കെതിരെ എന്നും പറഞ്ഞ് ഇതുപോലെ ഒരു സംഗതി കോപ്പ് കൂട്ടി അതിൽ ജനാധിപത്യ രീതിയിൽ നേരിടാൻ സാധിക്കുന്ന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കൂ അത് നടത്തിക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കരുത് എന്ന ചിന്ത കൊടുക്കേണ്ട ആളുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്തു വെക്കുന്നത് ഹസീനയ്ക്ക് സംഭവിച്ചത് ശരിയായ കാര്യമാണെന്നും ഒരു ഏകാധിപതി ആയിട്ടുള്ള ഒരാൾ അധപ്പതിച്ചതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കലായിട്ടും അവിടെ കാണുന്നു. ഹമാസിനെ പോലെയുള്ള തീവ്ര സംഘടനകളെ, തീവ്രവാദി കൂട്ടങ്ങളെ വെളുപ്പിച്ചിട്ട് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ പുസ്തകങ്ങൾ ഇപ്പോഴും അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി അവർ ഓടി നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നും കൂടി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബംഗ്ലാദേശിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് നിരോധനം വരെ നേരിടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഇതുപോലെ ഒരു എലക്ഷൻ, ഒരു വോട്ട് നമ്മളവിടെ ഇട്ടപ്പോൾ 95% ആളുകൾ വോട്ട് ചെയ്ത്, ഏതാണ്ട് 400ഓളം ആളുകളാണ് ആ സമയത്ത് വോട്ട് ചെയ്തിരുന്നത്. ഞാനിത് എടുക്കുന്ന സമയത്ത് ആ സമയം തന്നെ അവർ ഏതാണ്ട് 95% ആളുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയാൻ വേണ്ടി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജനാധിപത്യ മര്യാദകളെ റാഞ്ചിയെടുത്ത് ജിഹാദിനെയും ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും ഇസ്ലാം എന്ന ഫാഷിസത്തെയും ഒളിച്ചു കടത്തി അതുവഴി നിഷ്കളങ്ക മുസ്ലിങ്ങളെ ജിഹാദികളാക്കി തീവ്രവാദികളാക്കി മാറ്റുന്ന മീഡിയ വൺ മാധ്യമം ഇന്ത്യയിൽ നിരോധിക്കുക. ഇതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ടൊരു കാരണം കാണിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മാധ്യമത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് ബാൻ ചെയ്യാൻ ആവശ്യപ്പെടാം. ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് അവിടെ ജനം TV എടുത്തു വെക്കാം, നിങ്ങൾക്ക് ജന്മഭൂമി എടുത്തു. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയണ്ട. പക്ഷേ നിങ്ങൾ കാണിക്കണം എന്താണ് അവർ ചെയ്ത ദേശവിരുദ്ധത, ഏത് രീതിയിലാണ് അവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഹിന്ദുക്കളെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലെങ്കിലും അവർ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് നിങ്ങൾ പറയൂ. എന്നിട്ട് നിങ്ങളത് പറയാം. അത് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ള ഒരു വേദിയായിട്ടും കൂടിയാണ് ഞാൻ ഇതിനെ മാറ്റുന്നത്. എത്ര പേര് ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വെറുതെ വാർത്തകൾ വായിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവിടെ നമ്മൾ സന്തോഷിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു രാഷ്ട്രീയം അത് ഉറ്റുനോക്കുന്ന വ്യക്തികളാണ് നമ്മളെന്നുണ്ടെങ്കിൽ അതിനകത്തുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ, അതുപോലെ ഇന്ത്യയെയും ഇത് നേരിട്ട് ബാധിക്കാനിടയുള്ള വിഷയങ്ങളാകുമ്പോൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആദ്യവും അവസാനവും പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് വിചാരിച്ചത്. അത് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പറഞ്ഞ വിഷയങ്ങളിൽ എതിർപ്പോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നാളെയാണ് മറ്റൊരു ലൈവ് പദ്ധതി ഇട്ടിരുന്നത്. ഇന്ന് വേറൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. അതിന് പകരം ഇതാക്കി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നാളെ ചെയ്യാം. ഒരു ദിവസം ഒരെണ്ണത്തിന് സമയം കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി നാളെ കാണാം. അപ്പോഴേക്കും ഓഡിയോയുടെ വിഷയമൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.